നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഹൈ സ്കോർ പ്രൊഫൈലാണ്. സോ ഹൈ സ്കോർ പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി ഇൻവിറ്റേഷൻ കിട്ടിയ ഒരു പ്രൊഫൈലാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. നമ്മളുടെ തന്നെ ഒരു ക്ലയന്റ് ആയിരുന്നു. ആൾക്ക് 28 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്, മാസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ എക്സ്പീരിയൻസ് ഒരു 6 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ ആളുടെ പോയിന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ കുട്ടിക്ക് 25 to 32 ഏജ് ലിമിറ്റിലാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ 30 പോയിന്റ്സ് അവിടെ കിട്ടി. എഡ്യൂക്കേഷന് ഒരു 15 പോയിന്റ്സ് കിട്ടി. വർക്ക് എക്സ്പീരിയൻസിന് ഒരു 10 പോയിന്റ്സ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സുപ്പീരിയർ ആയിട്ടുള്ളൊരു സ്കോർ ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഒരു 20 പോയിന്റ്സ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് കിട്ടിയത്. അങ്ങനെ തന്നെ നോക്കുമ്പോൾ നമുക്കൊരു 75 പോയിന്റ്സ് ഇപ്പം തന്നെ ആയി. അത് കൂടാതെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കൻ്റ് ആയിരുന്നു. അപ്പോൾ വേറൊരു 10 പോയിന്റ്സ് കിട്ടി, 85 പോയിന്റ്സ് ആയി. പിന്നെ സ്റ്റേറ്റ് നോമിനേഷൻ ആണ് ഈ കൊച്ചിനെ റിസീവ് ചെയ്തത്. അപ്പം 95 പോയിന്റ്സ് അവിടെ തന്നെ അറ്റൈൻ ചെയ്തു. സ്റ്റേറ്റ് നോമിനേഷൻ പോയിന്റ്സും കൂടി ആഡ് ചെയ്യുന്നു. അപ്പം ഈ ഒരു പോയിന്റിൽ നമുക്ക് ആൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ ഒരു ക്ലയന്റ് ആണ് ഇത്. ഇതിന്റെ റീസൺസിലോട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ കുട്ടിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയതെന്ന് നോക്കുകയാണെങ്കിൽ ഹൈ ഇംഗ്ലീഷ് സ്കോർ ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒക്യുപ്പേഷൻ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, അതേപോലെ ഈ ഒരു പോയിന്റ്സിലാണ് സ്റ്റേറ്റ് നോമിനേഷൻ ഓരോ ആൾക്കാർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. അതൊരു റീസൺ ആണ്. പിന്നെ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ ഏജ് ഗ്രൂപ്പും ഐഡിയൽ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പായിരുന്നു. പിന്നെ അതേപോലെ ഡോക്യുമെന്റേഷനും എല്ലാം പക്കയായിരുന്നു. എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഈ കൊച്ചി PR-ലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും റീസൺസ് കൊണ്ടിട്ടാണ് ഈ കൊച്ചിന് നല്ലൊരു പോയിന്റ്സ് കിട്ടിയതും PR-ലോട്ട് എത്തിയതും ഓസ്ട്രേലിയയിൽ വെൽ സെറ്റിൽഡ് ആവാൻ പറ്റിയതും. ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്രൊഫൈൽ നിങ്ങൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഹൈ സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് PR-ഉം എളുപ്പത്തിൽ കിട്ടും. സോ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് ബിഫോർ പോയിന്റ്സ് വേഴ്സസ് ആഫ്റ്റർ പോയിന്റ്സ് ആണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.